ഓണക്കാലമാകുമ്പം വെറൈറ്റി പായസങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടാവും. പപ്പായ പായസം മുതൽ ചെറുപയർ പായസം വരെ 18 ഇനം പായസങ്ങളുടെ രുചി ഒരിടത്ത് തയ്യാറാക്കിയതിൻ്റെ വിശേഷങ്ങൾ ഇനി പറയാം. ഇടുക്കിയിലെ റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് നടത്തിയ ഓണപ്പായസ മത്സരത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വ്യത്യസ്ത രുചിയിലുള്ള പായസങ്ങൾ അവർ ഉണ്ടാക്കി. കപ്പളങ്ങ അടപ്രഥമൻ ആദ്യമായി കേൾക്കുകയാണ്. മുളയരി പായസം മുൻപ് പലപ്പോഴായി രുചിച്ചിട്ടുണ്ട്. പിടിക്കായ്ക്കറി പായസം പേരിൽ തന്നെ പുതുമ. ചക്കപ്പായസം, കറ്റാർവാഴ പായസം, കരിക്ക്, അരിപ്പായസം തുടങ്ങി 18 ഇനം പായസങ്ങളാണ് മത്സരാർത്ഥികൾ തയ്യാറാക്കിയത്. സമയപരിധി 1 മണിക്കൂർ. ഏറ്റവും രുചിയേറിയ പായസം ഉണ്ടാക്കുന്ന ആൾക്ക് 1ാം സമ്മാനം. സമയപരിധി കഴിഞ്ഞ വിധികർത്താക്കൾ പായസങ്ങൾ രുചിച്ചു തുടങ്ങി. ഒന്നിനൊന്ന് മികച്ചത്. 1ാം സ്ഥാനം കണ്ടെത്തുക എളുപ്പമായിരുന്നില്ല. ഒടുവിൽ കപ്പളങ്ങ പായസം ഉണ്ടാക്കിയ പ്രീമ ജോൺ 1ാം സ്ഥാനം നേടി. ഓണപ്പായസ മത്സരത്തിന്റെ വിജയി നമ്പർ 101 കപ്പളങ്ങ പായസം വെച്ച് ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു വന്നവരുടെ ടേസ്റ്റ് നല്ലൊരു അഭിപ്രായം പറഞ്ഞാൽ എല്ലാ പായസങ്ങൾക്കും നല്ല ഇതായിരുന്നു. കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കും. മറിയൂർ ശർക്കരയാണ് ഉപയോഗിച്ചത്. പിന്നെ നമ്മൾ നട്ട്സ് എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ വെറൈറ്റി ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ. എല്ലാം വെറൈറ്റി പായസങ്ങളായിരുന്നു. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അതുപോലെ വെറൈറ്റി പായസം ഒക്കെ ആണെങ്കിലും വെറൈറ്റി വന്നതിൽ ഏറ്റവും ടേസ്റ്റ് വന്ന പായസമാണ് നമ്മൾ വെറൈറ്റി പായസമായിട്ട് സെലക്ട് ചെയ്തത്. മത്സരം കാണാൻ എത്തിയവരെല്ലാം 18 ഇനം പായസങ്ങളുടെയും രുചി അറിഞ്ഞാണ് മടങ്ങിയത്. ഇടുക്കി. എന്തായാലും നല്ല പായസം കുടിച്ചൊരു പ്രതീതി ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങളും ഈ കപ്പളങ്ങ പായസമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്ന് പരീക്ഷിച്ച് നോക്കുക. പക്ഷേ വായിച്ച് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.